ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। मम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्रीराधा कृष्ण पादान् सगण ललिता शिविशाखान्वितं हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांदा राधा कांदा नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 7 24ാമത്തെ ശ്ലോകം മുതൽ കാണാം. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തെ മാം അബുദ്ധയാം പരം ഭാവം അജാനന്തോ മമാവ്യയം അനുത്തമം. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തെ മാം അബുദ്ധയാം പരം ഭാവം അജാനന്തോ മമാവ്യയം അനുത്തമം. ഹരേ കൃഷ്ണ. സിമി മാതാജി. हरे कृष्णा. अव्यक्तं व्यक्तिमापन्नं मन्यन्ते मामबुद्धया परं भावम् अजानन्तो मामव्ययम् अनुत्तमम्. പാർവതി മാതാജി ട്രാൻസ്ലേഷൻ. Hare Krishna Prabhuji. Unintelligent men who do not know me perfectly think that I, the Supreme Personality of Godhead, Krishna, was impersonal before and have now assumed this personality. Due to their small knowledge, they do not know my higher nature, which is imperishable and supreme. Very good. So unintelligent men who do not know me perfectly think that I, the Supreme Personality of Godhead, Krishna, was impersonal before and have now assumed this personality. Due to their small knowledge, they do not know my higher nature, which is imperishable and supreme. ഭഗവാന്റെ 3 ആസ്പെക്ട് നമുക്കറിയാം: ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ. അപ്പോൾ ബുദ്ധി കുറച്ചുള്ള ആൾക്കാർ, ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ ഭഗവാന്റെ ഈ 3 ആസ്പെക്റ്റിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അവരെ ആ ഇംപേഴ്സണൽ ബ്രഹ്മൻ എന്നുള്ള ആസ്പെക്ട് മാത്രം, അതിൽ മാത്രം പിടിച്ചു നോക്കിയിരിക്കും. അതാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ്. മറ്റേ ആസ്പെക്റ്റിനൊന്നും അവർക്ക് യാതൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അപ്പൊ എന്താണ് സാധാരണ ഇവിടെ ജ്ഞാനികൾ, ഇംപേഴ്സണലിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അവരെ ട്രാൻസെൻഡന്റലിസ്റ്റ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ആർ നോട്ട് വെരി ഇന്റലിജന്റ് ലൈക്ക് ദ ഡിവോട്ടീസ്. ഭക്തന്മാരെ പോലെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരുള്ള, കാരണം അവര് ബ്രഹ്മൻ എന്നുള്ള ആസ്പെക്ട് ആണ് അൾട്ടിമേറ്റ് ആസ്പെക്ട്. ഭഗവാന്റെ എന്ന് പറഞ്ഞാൽ അതാണ് അൾട്ടിമേറ്റ് ആസ്പെക്ട് എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് മാത്രമേ അവർക്കുള്ളൂ. അതിനു മീതല്ല ആ ഒരു അക്സെപ്റ്റൻസിൽ അവരില്ല. അതായത് സർവം കൽവിതം ബ്രഹ്മൻ, എല്ലാ സ്ഥലത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഫോം ഓഫ് ദ ലോർഡ്. ഫോം എന്ന് പറഞ്ഞാൽ ഫോംലെസ്, അതായത് നിരാകാരം. ഭഗവാന് ആകാരമില്ല, ഭഗവാന് രൂപമില്ല എന്നുള്ള ആ തത്വമാണ് അവര് ഹയറായിട്ട്. പക്ഷെ അതിലും മീതെയാണ് എൻ്റെ പേഴ്സണാലിറ്റി. ഞാൻ ഈ ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ ഒരു രൂപം എടുത്തു എന്നാണ് അവർ ധരിക്കുന്നത്. ആര്? ഇംപേഴ്സണലിസ്റ്റ്, ജ്ഞാനികള്. ആക്ച്വലി ഭഗവാന് രൂപമില്ല, പക്ഷെ ഈ ഭൗതിക ലോകത്തില് വന്നപ്പോൾ ഞാനൊരു മനുഷ്യരൂപം എടുത്തു എന്നാണ് ഇങ്ങനെയുള്ള ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ വിചാരിക്കുന്നത്.
എന്താ കാരണം? ഡ്യൂ ടു ദെയർ സ്മോൾ നോളേജ്, അവരുടെ അജ്ഞത കാരണം, അറിവില്ലായ്മ കാരണം. ദേ ഡു നോട്ട് നോ മൈ ഹയർ നേച്ചർ. എന്താണ് ഹയർ നേച്ചർ? അതായത് ഭഗവാൻ പരമാത്മാവായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നുണ്ട്. പ്ലസ് ഭഗവാൻ രൂപമുള്ള ആ ഭഗവാന്റെ ഫോമിലും ഭഗവാനുണ്ട്, വിച്ച് ഈസ് ഇംപെരിഷബിൾ ആൻഡ് സുപ്രീം. അതാണ് സുപ്രീം, അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഭഗവാന്റെ ഫോം. അത് ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. So those who are worshippers of demigods have been described as less intelligent persons, and here the impersonalists are similarly described. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ അൺഇന്റലിജന്റ് അല്ലെങ്കിൽ ലെസ് ഇന്റലിജന്റ് ആരാണ്? ഡെമിഗോഡ് വേർഷിപ്പേഴ്സ്. അന്യ ദേവതമാരെ ആരാധിക്കുന്ന ആൾക്കാരെ ലെസ് ഇന്റലിജന്റ്. കാരണം അവർ തരുന്ന എല്ലാ ഫലങ്ങളും ടെമ്പററി ആണ്. അവർക്കും അവരുടെ ലൈഫ് സ്പാന് ഒരു എൻഡിങ് ഉണ്ട് അല്ലേ? അവരും ജനിക്കുന്നു, അവരും മരിക്കുന്നു. അപ്പൊ അവര് തരുന്ന ആ ബ്ലെസ്സിങ്സും അനുഗ്രഹവും അതെല്ലാം താൽക്കാലികമാണ്, ടെമ്പററി ആണ്, പെരിഷബിൾ ആണ് എന്ന് ഇങ്ങനെ ഡെമിഗോഡ്സിനെ ആരാധിക്കുന്നവർ ആലോചിക്കുന്നില്ല. അവരും ഡെമിഗോഡ്സിനെയും ഭഗവാനെയും തുല്യമായിട്ട് കാണുന്നു. അതാണ് അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തെറ്റ് ആരാധന രീതിയിൽ. അപ്പോൾ ഭഗവാനും അന്യദേവതമാരും ഈക്വൽ ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട തെറ്റ്. അതേപോലെ തന്നെ മായാവാദികള്, ജ്ഞാനികള്, അവരും ഭഗവാന്റെ രൂപത്തെ, ഗുണത്തെ, വിശേഷങ്ങളിതൊന്നും മാനിക്കുന്നില്ല. ഭഗവാൻ എന്താണ്? ഇംപേഴ്സണൽ ആണ്. ഈ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ എന്താണ്? ഭഗവാൻ ഒരു രൂപമെടുക്കുന്നു നമ്മളോട് ആദാൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട്, റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭഗവാന്റെ ഒറിജിനൽ എന്താണ്? ഇംപേഴ്സണൽ ആണ്, നിരാകാരം, നിർവിശേഷം, നിർഗുണം. ഇതാണ് ഇവിടെ ഭഗവത്ഗീതയില് ഭഗവാൻ സ്വയം ഖണ്ഡിക്കുന്നത്. അർജുനോട് പറയുന്നത്, those who are worshippers of demigods have been described as less intelligent person, and here the impersonalists are similarly described. അപ്പൊ രണ്ട് കാറ്റഗറിയിൽ ആൾക്കാരും ലെസ് ഇന്റലിജന്റ് ആണെന്നാണ് പറയുന്നത്. Lord Krishna in his personal form is here speaking before Arjuna, and still due to ignorance impersonalists argue that the Supreme Lord ultimately has no form. അതായത് സുപ്രീം എന്നുള്ള ആ പ്രതിഭാസത്തിന് ഫോം ഇല്ല എന്നാണ് അവരുടെ നിഗമനം. യമുനാചാര്യ, a great devotee of the Lord in the disciple section of Ramanujacharya, has written a very appropriate verse in this connection. He says, നമ്മളുടെ ഡെമിഗോഡ്സ് പറഞ്ഞാൽ അവർക്കൊരു കാലയളവുണ്ട്, ലൈഫ് സ്പാൻ ഉണ്ട്. എനിക്ക് എല്ലാ ദേവതമാരുടെയും ലൈഫ് സ്പാന് എത്രയാണ് അറിയോ? നമുക്കൊക്കെ 100 കൊല്ലാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ലൈഫ് സ്പാൻ അല്ലെ? മനുഷ്യന്മാരുടെ ലൈഫ് സ്പാൻ എന്താണ്? 100 വർഷം ഈ കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുന്ന ആൾക്കും. അതേപോലെ എല്ലാവർക്കും ലൈഫ് സ്പാൻ ഉണ്ട്. ഡെമിഗോഡ്സിനും ലൈഫ് സ്പാൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവരും അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടും അല്ലേ? അപ്പോൾ അവരും പതുക്കെ ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അവർക്കും അവരുടേതായിട്ടുള്ള ലോകങ്ങളുണ്ട്. അപ്പൊ അവർ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി? അവരും ഹയർ പ്ലാനറ്റ്സിൽ പോകുന്നു. പിന്നെ പതുക്കെ അവിടുന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നു. അല്ലെങ്കിൽ വീണ്ടും അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പോ ഡെമിഗോഡ്സിന്റെ ആയുസ്, ലൈഫ് സ്പാന് എത്രയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? അവർ എത്ര കാലം ജീവിക്കും? ബ്രഹ്മാവ് എത്ര കാലം ജീവിക്കും? ബ്രഹ്മാവ് എത്ര കാലം ജീവിക്കും? ബ്രഹ്മാവിന്റെ എന്താ പറഞ്ഞ? ബ്രഹ്മാവിന്റെ 1000 ദിവ്യയുഗം അല്ലേ പ്രഭുജി? ബ്രഹ്മാവിന്റെ ഒരു ദിവസം മീൻസ് 1000 ദിവ്യയുഗം. ഓക്കെ, ഒരു ഡേ 100 വർഷമാണ് വയസ്സ്. ഓക്കെ, അത് 311 trillion 40 billion years എർത്തിലെ കാൽക്കുലേഷൻ. അതാണ് ബ്രഹ്മാവിന്റെ. ഓക്കെ, അതായത് 1000 ദിവ്യയുഗം ഒരു ദിവസം, അതായത് ഡേ ടൈം 12, അത്രയും രാത്രി മൾട്ടിപ്ലൈ ബൈ എത്ര മാസം ഉണ്ട് ഒരു കൊല്ലത്തില്?
12. 12. പിന്നെ ഇൻറ്റു എഗെയിൻ 100. 100. അതാണ് വരുന്നത് 311 trillion 40 billion years. അതാണ് ബ്രഹ്മാവ്. ഒരു ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിനെ കൽപ്പം എന്ന് പറയുന്നു. 12 മണിക്കൂർ. ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു 12 മണിക്കൂർ, നമ്മളുടെ ഒരു ഡേ ടൈം അല്ലേ. അപ്പോ ഈ ബ്രഹ്മാവിന്റെ ഒരു ഡേ 12 hours ആണ് കൽപ്പം എന്ന് പറയുന്നത്. ഓർമ്മയില്ലേ? ഇത് എത്രാമത്തെ കൽപ്പമാണ് നമ്മളുടെ? ആർക്കെങ്കിലും അറിയോ? കൊറേ പ്രഭുജി പറഞ്ഞു തന്നതാ. 4 trillion. എത്രാമത്തെ കൽപ്പമാന്ന്? 70 seconds. 70 സെക്കൻഡ്. 72-ാമത്തെയാണ്. അല്ല, എന്തൊക്കെയോ കുറെ കണക്കുണ്ട് പ്രഭുജി. ഓക്കെ. 28th സൈക്കിൾ. ഈ യുഗ സൈക്കിളിൽ 28th കൽപ്പാണ്. ഈ യുഗ സൈക്കിൾ 28th കൽപ്പത്തിലാണ് ഭഗവാൻ കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും അവതരിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു ഹാഫ് ഡേ, ഒരു നൂൺ ടൈമാണ് ഇപ്പോൾ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ദേവി ദേവതമാരുടെ അവരുടെ ആയുസ് എത്ര മന്വന്തരമുണ്ട് ഒരു കൽപ്പത്തില്? 72 ആണോ? 71, 72. യെസ്, 72. പോയിന്റ് സംതിങ് അല്ലേ. ഒരു മന്വന്തരമാണ് ദേവതമാരുടെ ലൈഫ് ടൈം. അത് കഴിഞ്ഞാൽ അവർ മാറും. ഫോർ എക്സാമ്പിൾ, വായു, അഗ്നി, ഓക്കെ, വരുണൻ, സൂര്യൻ, ചന്ദ്രൻ, ഇവരുടെ എല്ലാം ലൈഫ് ടൈം എന്താണ്? ഒരു മന്വന്തരമാണ്. ആ മന്വന്തരം കഴിഞ്ഞാൽ അവർ മാറും. എന്താണ് മാറ്റം എന്ന് പറഞ്ഞാൽ? അവർ മാറും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവരുടെ പൊസിഷൻ മാറുന്നാണോ? അപ്പൊ ഈ വായു, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ ഇവരെല്ലാം എന്താണ്? ഒരാളാണ്, ഒരു വ്യക്തിയാണോ അതോ ഒരു പദവിയാണോ? ഒരു പദവിയാണ്. പദവി. അപ്പോ എക്സ് എന്നുള്ള ഒരാളാണ് ഈ പദവി, സൂര്യന്റെ പദവി ഏറ്റിരിക്കുന്നത്. ആ എക്സ് എന്നുള്ള ആള് മാറിയിട്ട് വേറൊരു വൈ എന്നുള്ള ആൾ വരും. നമ്മുടെ രാഷ്ട്രീയം പോലെ അല്ലേ പ്രഭുജി? പ്രസിഡന്റ്, പ്രധാനമന്ത്രി. അപ്പോ ഒരു മന്വന്തര ആണ് 14 മനുക്കളാണ് ഒരു ദിവസത്തില്. അതായത് ഒരു കൽപ്പത്തിൽ 14 മനുക്കളാണ് വരുന്നത്. ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തില് ഇത്ര 14 മനുക്കളാണ് വരുന്നത്. ഓരോ നമ്മൾ ഭാഗവതത്തിൽ തന്നെ അതിന്റെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓരോ മന്വന്തരത്തിലും വരുന്ന ഓരോ ഡെമിഗോഡ്സിന്റെ പേരും എസ്പെഷ്യലി ഇന്ദ്രന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. 14 മനുക്കളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ ദേവി ദേവതമാരെ അവരുടെ ലൈഫ് ടൈം ഒരു മന്വന്തരമാണ്. അത് കഴിഞ്ഞാൽ ആൾ മാറും, പോസ്റ്റ് മാറും. നമ്മൾ പ്രധാനമന്ത്രി 5 കൊല്ലമാണ് അവരുടെ ടേം. അത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മാറും. അതേപോലെ അതൊരു പോസ്റ്റാണ്, ഒരു പദവിയാണ്, വ്യക്തിയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊന്നും അപ്പോൾ അവർക്കും ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പൊ അവരെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് ടെമ്പററി ബെനിഫിറ്റ്സ് കിട്ടുന്നല്ലാണ്ട് എറ്റേണൽ ബെനിഫിറ്റ്സ് കിട്ടില്ല. എറ്റേണൽ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ അബ്സല്യൂട്ട് പേഴ്സണാലിറ്റി, സുപ്രീം പേഴ്സണാലിറ്റിനെ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം വെച്ചാൽ എറ്റേണൽ ആയിട്ടുള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ എറ്റേണൽ ആയിട്ടുള്ള ഭഗവാൻ നമുക്ക് എന്ത് തരുന്നു അത് എറ്റേണൽ ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഡെമിഗോഡ് വേർഷിപ്പ് ടെമ്പററി ആണ്. അതുകൊണ്ട് നമുക്ക് ലോങ് ടേമിൽ യാതൊരു ബെനിഫിറ്റും കിട്ടില്ല. ഫോർ ഷോർട്ട് ടേം യെസ്, ഓക്കെ. നമ്മളുടെ ഈ ജീവിത ലക്ഷ്യം, അതായത് മനുഷ്യൻ ജീവിതന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റില്ല ഡെമിഗോഡ് വേർഷിപ്പിൽ. അതുകൊണ്ടാണ് അങ്ങനെ ആരാധിക്കുന്ന ആൾക്കാരെ ലെസ് ഇന്റലിജന്റ് പേഴ്സൺസ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ രാമാനുജാചാര്യരുടെ യമനാചാര്യൻ, ഗ്രേറ്റ് ഡിവോട്ടി ഓഫ് ലോർഡ്, ഇൻ ദ ഡിസ്പെൻസേഷൻ ഓഫ് രാമാനുജാചാര്യ പറയുന്നത് എന്താണ്? ത്വാം ശിലരൂപചരിത പരമപ്രകാശ പ്രകൃഷ്ടേ സത്വേന സാത്വികതയാ പ്രബലശ്ച ശാസ്ത്രേ പ്രഖ്യാതദേവ പരമാർത്ഥവിദാം മതശ്ച
Naivasura Prakritaya Prabhavanti Bodhum. My dear Lord, devotees like Vyasadeva and Narada know you to be the personality of Godhead. By understanding different Vedic literatures, one can come to know your characteristics, your form and your activities, and one can thus understand that you are the Supreme Personality of Godhead. അപ്പോൾ എന്താണ് പറയുന്നത് യമുനാചാര്യ? അതായത് ഭഗവാനെ ഭക്തന്മാരെ വ്യാസദേവരും നാരദരും തുടങ്ങിയിട്ടുള്ള ഭക്തന്മാരെ അങ്ങയെപ്പറ്റി ശരിക്കും പഠിച്ച് അവർക്ക് അറിയാം അങ്ങയുടെ ആ ക്യാരക്ടറിസ്റ്റിക്സും അങ്ങയുടെ പേഴ്സണാലിറ്റി. ഓക്കെ, എന്താണത് എങ്ങനെ മനസ്സിലാക്കി? ഫ്രം ഡിഫറെന്റ് വേദിക് ലിറ്ററേച്ചേഴ്സ്. അപ്പോൾ അങ്ങയുടെ ക്യാരക്ടറിസ്റ്റിക്സും ഫോമും, അതായത് നാമരൂപ ഗുണലീലകൾ, ഇതെല്ലാം അവർക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പല പല വേദഗ്രന്ഥങ്ങളിൽ നിന്നും എന്നാണ് പറയുന്നത്. ബട്ട് ദോസ് ഹു ആർ ഇൻ ദ മോഡ്സ് ഓഫ് പാഷൻ ആൻഡ് ഇഗ്നോറൻസ്, ദ ഡിമൻസ് ആൻഡ് നോൺ ഡിവോട്ടീസ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് യു. ആർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല? ആരാണോ തമോ ഗുണത്തിലും രജോ ഗുണത്തിനും അതേപോലെ അസുരന്മാരുടെ വർഗത്തിനും ഉള്ള ആൾക്കാരെ, അവർക്ക് അതേപോലെ അസുരന്മാരും നോൺ ഡിവോട്ടീസ്, അവർക്ക് അങ്ങയെ പറ്റി മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ പലതവണയും പറഞ്ഞാണ്, മിനിമം നമ്മൾ സത്വഗുണത്തിൽ ഇരുന്നാലേ ഭഗവാനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രജോ ഗുണത്തിൽ അതിന്റെ സ്റ്റാർട്ടിങ് മാത്രമാണ്. തമോ ഗുണത്തിൽ ഭഗവാനെ പറ്റി അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് തമോ ഗുണത്തിലെ പല ആൾക്കാരും വിവിധ ആരാധന പ്രക്രിയകൾ ഫോളോ ചെയ്തു വരുന്നത്. എന്താണ് തമോ ഗുണത്തിലുള്ള ആരാധന? തമോ ഗുണത്തിലുള്ള ആരാധന പറഞ്ഞാൽ അങ്ങനെയുള്ള ദേവീദേവതമാര്, അത് ശരിക്കുള്ള ആരാധന അല്ല. അപ്പൊ അതിൽ നിന്നും നമ്മൾ ഉയർന്ന് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും വന്നാൽ മാത്രമേ, സത്വഗുണത്തിൽ മാത്രമേ നമുക്ക് ഭഗവാനെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞില്ലേ, കുട്ടിച്ചാത്തൻ, പറക്കുട്ടി, അങ്ങനെ ബ്രഹ്മരക്ഷസ്, അങ്ങനെയുള്ള പല പല ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരൊക്കെ ആരാ പ്രാർത്ഥിക്കുക? അവിടെ ചെന്നിട്ട് ഇപ്പൊ ബ്രഹ്മരക്ഷസിന്റെ അവിടെ പോയിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? സാധാരണ ആൾക്കാര് അവരെ ഭഗവാനായിട്ട് കണ്ടിട്ടാ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അവരെ ശരീരമില്ലാണ്ട് അലഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? അവരെ ബുദ്ധിമുട്ടില്ല. അപ്പൊ അവരെ ആക്ച്വലി പൂജ ചെയ്യുന്ന വെച്ചാൽ അവർക്കൊരു ശരീരം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാരണം വെച്ചാൽ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഭൗതിക ലോകത്തില് അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടില് നാഗങ്ങള്, പിന്നെ ബ്രഹ്മരക്ഷസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ആൻസെസ്ട്രൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ. അപ്പൊ ആ വീട് വാങ്ങിയാൽ നമുക്ക് ഭൗതിക തലത്തിൽ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതൽക്ക് നടന്നു വരുന്ന പൂജകൾ നമ്മൾ ചെയ്യുന്നു മാത്രമേ. അവര് ഭഗവാനായിട്ട് കാണാനല്ല ചെയ്യുന്നത്. പല ആൾക്കാരും തെറ്റിദ്ധരിക്കുകയാണ്, ഓ അവർ ഭഗവാനാണ്, അതുകൊണ്ട് നമ്മൾ അവരെ ചെന്ന് പ്രാർത്ഥിക്കുക, നമ്മൾ അനുഗ്രഹം വാങ്ങിക്കണം. അവർക്ക് തന്നെ ശരീരമില്ലാണ്ട് അവര് അലഞ്ഞു കിടക്കുന്ന ഒരു ഇതിലാണ്. അവരെ എന്താണ്, അവരെ ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൂജാദികൾ ചെയ്യുന്നു. അത് മാത്രമല്ല, ഭഗവാന്റെ പ്രസാദം കൊടുക്കുമ്പോൾ അവർക്കും സ്പിരിച്വൽ എലിവേഷൻ ഉണ്ടാവും. അതേസമയം അവർ നമ്മളെ ഉപദ്രവിക്കില്ല. അല്ലെങ്കിൽ അതാണ് പല ബ്രഹ്മരക്ഷസ് പിടികൂടി, അവനെ ഭൂതം പിടികൂടി എന്നൊക്കെ പറയുന്നില്ലേ. പല ആൾക്കാർക്കും ഈ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അവരെ ഭഗവാനായിട്ട് കാണുന്നു. അപ്പൊ അതാണ് ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ. അതാണ് ലെസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോ those who are in the modes of passion and ignorance, the demons, the non-devotees cannot understand you. They are unable to understand you. However, our experts, such non-devotees, may be in discussing Vedanta and Upanishads and other Vedic literature. It is not possible for them to understand the personality of Godhead. അപ്പൊ അത്ര തന്നെ നമ്മൾ വേദാന്തങ്ങൾ എന്താ പറയാ ചർച്ച ചെയ്താലും ശരി, ഉപനിഷത്ത് ചർച്ച ചെയ്താലും ശരി, ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ക്രൈറ്റീരിയ നമ്മൾ സത്വഗുണത്തിൽ വരും. അല്ലാത്തവർക്ക് പറ്റില്ല. അപ്പൊ നമ്മളെല്ലാം അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് തന്നെ വലിയ കാര്യം. നമ്മൾ ഏത് ഗുണത്തിലാ, അതൊക്കെ നമ്മളുടെ ക്യാരക്ടറും നമ്മളുടെ ഹാബിറ്റ്സും ഇതൊക്കെ അനുസരിച്ചിരിക്കും. ഓരോരുത്തരും ഡിഫറെന്റ് കാറ്റഗറി, ഡിഫറെന്റ് മോഡ്സിലാണ്. നമ്മൾ തിയറി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലി എത്ര നമ്മളത് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് അത് ഇറ്റ് ഡിപ്പെൻഡ്സ് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ. പല ആൾക്കാരും അറിയാം ഇപ്പൊ സിഗരറ്റ് ഹാനികരമാണ്, സിഗരറ്റ് വലിക്കുന്ന ഹാനികരമാണ്, എല്ലാവർക്കും അറിയാം. എന്നിട്ടും സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ നമുക്കും അറിയാം ഡെമിഗോഡ് വർഷിപ്പ് ഈസ് നോട്ട് അൾട്ടിമേറ്റ് വർഷിപ്പ്. ദാറ്റ് ഇസ് ഫോർ ലെസ് ഇന്റലിജന്റ്. തമോ ഗുണത്തിലും രജോ, എന്നിട്ടും നമ്മളത് ചെയ്യുന്നു. അപ്പൊ നമ്മളെ എങ്ങനത്തെ ആൾക്കാരായിരിക്കണം?
അതേപോലെ സിഗരറ്റ് ഹാനികരമാണെന്ന് അറിഞ്ഞിട്ടും സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുടെ കാറ്റഗറിയിൽ പെടും നമ്മൾ. So in the Brahma Samhita, it is stated that the personality of Godhead cannot be understood simply by study of Vedanta literature. അതുകൊണ്ട് നമ്മൾ അവരെ നിന്ദിക്കണം എന്ന് എവിടെയും പറഞ്ഞില്ല. എല്ലാവരും നമ്മൾ വന്ദിക്കണം അവരുടെ പൊസിഷൻ അനുസരിച്ചിട്ട്. പക്ഷെ വെർഷിപ്പബിൾ ഡേറ്റീസ് പറഞ്ഞാൽ വിഷ്ണു ഓർ വിഷ്ണു തത്വ, ഇത് നമ്മളുടെ തലയിൽ അടിച്ച് കയറ്റണം. എന്നിട്ട് അത് പ്രകാരം നമ്മൾ പരിശീലിക്കണം. നമ്മൾ ട്രഡീഷണലി പലതും ചെയ്തു വന്നിട്ടുണ്ടായിരിക്കാം, തെറ്റും ശരികളൊക്കെ. അപ്പൊ എന്താണ് അതിൽ തെറ്റ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ചെയ്ത് അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് പ്രോഗ്രസ് വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ തഥൈവ നിങ്ങൾ വീണ്ടും എത്രയോ കാലം എടുക്കേണ്ടി വരും ആ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്യഗുണത്തിലേക്കും വരാൻ. So only by the mercy of the Supreme Lord can the personality of the Supreme be known. അപ്പൊ നമ്മളുടെ സ്വന്തം കഴിവ് കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ മേഴ്സി കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ ആ ഭഗവാന്റെ കൃപാകടാക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ഭക്തന്മാരായിട്ട് നമ്മൾ എപ്പോഴും സംഘം ചേരണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഭഗവാന്റെ കൃപ കിട്ടുള്ളൂ. ഭക്തന്മാരായിട്ട് എപ്പോഴും സംഘം ചേരാം, ഭഗവാന്റെ കാര്യങ്ങളെ നാമരൂപ ഗുണ ലീലകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഭക്തന്മാരുടെ സംഘത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ മേഴ്സി നമുക്ക് കിട്ടും. അല്ലാതെ നമ്മളുടെ സ്വന്തം പ്രയത്നത്തില് നമുക്ക് ഇത് കിട്ടില്ല എന്നാണ് പറയുന്നത്. Therefore, in this verse, it's clearly stated that not only are the worshippers of the demigods less intelligent, but those non-devotees who are engaged in Vedanta and speculation on Vedic literature without any tinge of true Krishna consciousness are also less intelligent. And for them, it is not possible to understand God's personal nature. അപ്പൊ അവര് മാത്രമല്ല ലെസ് ഇന്റലിജന്റ്, നോൺ ഡിവോട്ടീസ്. നോൺ ഡിവോട്ടീസ് ആണ് എങ്കിൽ വേദാന്തം ചർച്ച ചെയ്താൽ വേദാന്തം ചർച്ച ചെയ്തിട്ടും സ്പെക്കുലേഷൻ ചെയ്യുന്ന ആൾക്കാരെ നോൺ ഡിവോട്ടീസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ്. അതായത് നമ്മള് വിശ്വാസം ഉണ്ടെങ്കിൽ വേദാന്തങ്ങൾ ചർച്ച ചെയ്തു. ചില ആൾക്കാർ വിശ്വാസം അല്ലാത്തത് എന്താ അതിന്റെ ഉള്ളുകളിൽ അറിയാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരെല്ലാം നോൺ ഡിവോട്ടീസ് ആണ്. അതാണ് but those non-devotees who are engaged in Vedanta and speculation of the Vedic literature, അപ്പോൾ അതിനെ പഠിച്ച് അതിനെ നമ്മളുടെ മനസ്സിന്റെ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അതിന് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടേതായിട്ടുള്ള നിർവചനങ്ങൾ, വ്യാഖ്യാനങ്ങൾ ആചാര്യന്മാര് പറഞ്ഞു തന്നുള്ള ആ വ്യാഖ്യാനങ്ങൾ അവരെടുക്കില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ നോൺ ഡിവോട്ടീസ് കാറ്റഗറിയിലാണ്. അപ്പൊ അവർക്ക് ഭഗവാന്റെ മേഴ്സി ഉണ്ടായിരിക്കില്ല, ഭഗവാന്റെ സുപ്രീം ഫോമിനെ മനസ്സിലാക്കാനും പറ്റില്ല എന്നാണ് പറയുന്നത്. Persons who are under the impression that the absolute truth is impersonal are described as abudhaya. Abudhaya എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ആൾക്കാർ. Which means those who do not know the ultimate feature of the absolute truth. In the Srimad Bhagavatam, it is stated that supreme realization begins from the impersonal Brahman and then rises to the localized super soul, but the ultimate word in the absolute truth is the personality of God. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ നോളേജിൽ ആദ്യം ഇംപേഴ്സണൽ ബ്രഹ്മൻ, പിന്നെ പരമാത്മ, പിന്നെ ഭഗവാൻ, അങ്ങനെ നമ്മൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് അതിന്റെ ലൈഫ് സ്പാനും ഇല്ല. നമുക്ക് ഡയറക്ട്ലി നമ്മുടെ പൂർവ്വജന്മത്തിന്റെ സുഹൃതി കാരണം നമുക്ക് ഡയറക്ട്ലി പേഴ്സണൽ ഫോമില് ഭഗവാനെ ആരാധിക്കാനുള്ള ആ അവസരം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇംപേഴ്സണൽ, പിന്നെ ലോക്കൽ പരമാത്മ, ലോക്കലൈസ് പരമാത്മ, പിന്നെ ഭഗവാൻ. അങ്ങനെ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും മറ്റുള്ള ജന്മങ്ങളിൽ. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്ട്ലി ഭഗവാന്റെ ആ ഫോമിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സുഹൃതം, അതായത് കമ്പാഷൻ, വൈഷ്ണവന്മാരുടെ കമ്പാഷൻ ഉണ്ടായിരുന്നു. ഈ വൈഷ്ണവന്മാരുടെ കമ്പാഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്തി ഉന്മുഖി സുഹൃതോ അജ്ഞാത സുഹൃതം നമ്മൾ മറ്റ് ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കാരണം നമുക്ക് ഡയറക്ട്ലി ഭഗവാന്റെ പേഴ്സണൽ ഫോമിൽ വിശ്വാസം വന്നു. അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതിൽ പറഞ്ഞത് കാരണം നമ്മൾ ഇനി ആദ്യം മുതൽക്ക് ഇംപേഴ്സണൽ ഫോമിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യട്ടെ, പിന്നെ പരമാത്മാ ഫോമിൽ, പിന്നെ ഭഗവാൻ, അങ്ങനെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. So ultimate word in the absolute truth is the personality of God. Modern impersonalists are still less intelligent, for they do not even follow their great predecessor
Shankaracharya, who has especially stated that Krishna is the supreme personality of Godhead. അപ്പോൾ ഇന്നത്തെ കാലത്ത് കാണുന്ന ഇമ്പേഴ്സ് ജ്ഞാനികള് അവരും ഇനിയും ബുദ്ധി കുറഞ്ഞ ആൾക്കാരെ, കാരണം അവരുടെ ആചാര്യനായിട്ടില്ല ശ്രീപാദ് ആദി ശങ്കരാചാര്യരും കൂടി അവർ ഫോളോ ചെയ്യുന്നില്ല. കാരണം ആദി ശങ്കരാചാര്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ മൂഢമതേ. ഗോവിന്ദനെ പ്രാർത്ഥിക്കാനാ പറയുന്നത്, ഉപാസിക്കാനാ പറയുന്നത്. അത് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോഴും അവരെന്താ ചെയ്യുന്നത്? ഇംപേഴ്സണൽ, നിരാകാരം ആയിട്ടുള്ള ആ സത്യത്തെ മാത്രമാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇനിയും ബുദ്ധി കുറവാ എന്നാണ് പറയുന്നത്. Impersonal is therefore not knowing the supreme truth. Think Krishna to be only the son of Devaki and Vasudeva, or a prince or a powerful divinity. അങ്ങനെ ഈ ജ്ഞാനികള്, മായാവതികള് ഭഗവാന്റെ ശരിക്കുള്ള ആസ്പെക്ട്, അബ്സല്യൂട്ട് ട്രൂത്തിനെ മനസ്സിലാക്കാത്ത ആൾക്കാരെ ഭഗവാൻ ദേവകിയുടെയും വസുദേവനെയും പുത്രനാണ്, ഒരു രാജകുമാരനാണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ലിവിങ് എൻറ്റിറ്റി ആണ് എന്ന് അവർ വിചാരിക്കുന്നു. So this also contempt in the Bhagavad Gita 9.11. എന്താണ്? അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാചിതം പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം. അവജാനന്തി മാമൂഢ, അതായത് മൂഢന്മാരായിട്ടുള്ള അവര് എന്നെ തെറ്റിദ്ധരിക്കുന്നു. എന്താണ് തെറ്റിദ്ധരിക്കുന്നത്? ഞാനൊരു മനുഷ്യ രൂപത്തിൽ ഇവിടെ അവതരിക്കുമ്പോൾ ഞാനും അവരിൽ ഒരാളാ എന്നുള്ളത് ഉള്ള കാര്യം അവർ തെറ്റിദ്ധരിക്കുന്നു. പക്ഷെ ഞാൻ ഇൻഎക്സോസ്റ്റിബിൾ ആണ്. ഓക്കെ, ഐ ആം ദ സോഴ്സ് ഓഫ് ഓൾ സോഴ്സസ്. ഇതൊന്നും അവർ മാനിക്കുന്നില്ല. എന്നെയും, അതായത് ഭഗവാനെയും ഒരേപോലെ മറ്റുള്ളവരെ പോലെ കാണുന്നു എന്നുള്ള ഒരു മൂഢം, അതാണ് അവരെ മൂഢന്മാർ വിളിക്കുന്നത്. മൂഢ, അവജാനന്തി, അറിയാതെ അവരെ മൂഢന്മാരായിട്ട് തീരുന്നു. മനുഷ്യജന്മം എടുത്തു, സാധാരണ ഒരു മനുഷ്യജന്മം എടുത്തു ഭഗവാനും. ഭഗവാൻ അജ്ഞനാണ് അല്ലേ? എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ജനിക്കുന്നു ഇവിടെ, ലീലകൾക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഒരു മനുഷ്യനെ പോലെ ജനിക്കുകയോ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. ഭഗവാന്റെ സ്വഇച്ഛ കൊണ്ടാണ് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നത്. അപ്പൊ ഏത് കുടുംബത്തിലും, ഏത് സ്പീഷീസിലും, ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിൽ ഭഗവാൻ ഇവിടെ അവതരിക്കാം. അതായത് ആരും ചോദിക്കില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ അങ്ങനെ ഒരു എലിജിബിലിറ്റി നമുക്കില്ല. നമ്മുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ we are forced to appear in a particular species at a particular time to a particular sets of parents. അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് ഇന്ന ആളുടെ മകനായിട്ട് ജനിക്കണം അടുത്ത ജന്മത്തില്, പറ്റും അങ്ങനെ? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു ധനികന്റെ കുടുംബത്തിൽ ജനിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ജന്മത്തിൽ അത് പൂർത്തീകരിക്കപ്പെടും തീർച്ചയായിട്ടും. കാരണം എപ്പോഴും ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉടലെടുത്തോ ഉടനെ ആ ആഗ്രഹത്തിന്റെ ഒരു സീഡ് നമ്മുടെ മനസ്സിൽ അവിടെ മുളച്ചു എന്നർത്ഥം. പക്ഷെ അത് എത്ര സമയം എടുക്കും? അത് മുളച്ച് ചെടിയായി, അത് പൂവായി, അത് എന്താ പറയാ ഫ്രൂട്ടായിട്ട് വരാൻ അത് എത്രയോ ജന്മം എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. ആഗ്രഹങ്ങൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അടുത്ത ജന്മം, അല്ലെങ്കിൽ എത്രയോ ജന്മം കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെടും. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഇന്ന ആളുടെ മകനായിട്ട് ജനിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ സംഭവിക്കാം ഏതെങ്കിലും ഒരു ജന്മത്തിൽ, അത്രേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ സ്വഇച്ഛയാ, സ്വന്തം ഇച്ഛപ്രകാരം മാത്രമാണ് ഭഗവാൻ ഇവിടെ ജനിക്കുന്നത്. ഇവിടെ ഭഗവാൻ ദേവകിയുടെയും വസുദേവന്റെയും മകനായിട്ട് ജനിച്ചു, ഒരു രാജകുമാരനായിട്ട് ജനിച്ചു അല്ലേ? പക്ഷെ അതുകൊണ്ട് ആ ഭഗവാനെ ഒരു സാധാരണ വ്യക്തിയായിട്ടാണ് ഇവരെല്ലാം കാണുന്നത്. ദിസ് ആൾസോ കണ്ടംപ്റ്റ് ഇൻ ദ ഭഗവത് ഗീത 9.11. അവജാനന്തി മാമൂഢ. ഓൺലി ദ ഫൂൾസ് റിഗാർഡ് മീ ആസ് ആൻ ഓർഡിനറി പേഴ്സൺ. ഓക്കെ, ഒരു സാധാരണ വ്യക്തിയായിട്ട് ആരാണ് കാണുന്നത് ഭഗവാനെ? വിഡ്ഢികൾ മാത്രം. The fact is that no one can understand Krishna without rendering devotional service and without developing Krishna consciousness. The Bhagavatam 10.14.29 confirms this. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തിയുത സേവനം ചെയ്യണം. കൃഷ്ണ കോൺഷ്യസ്നെസ്സിന് മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ. അതാപി തേ ദേവ പദ്മാംബുജാദ്വയാ പ്രസാദ ദേശാനുഗ്രഹിത ഏവ ഹി ജാനാതി തത്വം ഭഗവാൻ മഹിംനോ
Nachanya ekopi chiram vijinvan. My Lord, if one is favored by even a slight trace of the mercy of your lotus feet, he can understand the greatness of your personality. Okay. അപ്പോൾ ഭഗവാന്റെ ആ ഫേവർ കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്, ഇഫ് വൺ ഇസ് ഫേവർഡ് ബൈ ഈവൻ എ സ്ലൈറ്റ് ട്രേസ് ഓഫ് മേഴ്സി, ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് യുവർ പേഴ്സണാലിറ്റി. ഭഗവാന്റെ ആ മഹത്വം മനസ്സിലാക്കാൻ പറ്റും. അതാണ് പറയുന്നത്, ഇഫ് ഫേവേർഡ്, ഭഗവാന്റെ മേഴ്സി ഉണ്ടെങ്കിൽ, ആ ഫേവർ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ പ്രയത്നം കൊണ്ട് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഭഗവാന്റെ മേഴ്സി കിട്ടണം. But those who speculate to understand the Supreme Personality of God are unable to know you, even though they continue to study Vedas for many years. For speculation business, ഊഹാപോഹങ്ങളുടെ ആ തലത്തിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഭഗവാനെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. എത്ര വർഷം, എത്ര ജന്മങ്ങളും നമ്മൾ വേദങ്ങൾ പഠിച്ചാലും ശരി, എത്ര വർഷങ്ങൾ പഠിച്ചാലും ശരി, നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. One cannot understand the Supreme Personality of God, Krishna, or his form, quality, or name simply by mental speculation or by discussing Vedic literature. One must understand him by devotion service. ഭക്തിയുത സേവനത്തിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. When one is fully engaged in Krishna consciousness, beginning by chanting the Mahamantra, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare. Then only can one understand the Supreme Personality of Godhead. Non-devotees, impersonalists think that Krishna has a body made of the material nature and that all his activities, his form and everything are Maya. These impersonalists are known as Mayavadis. They do not know the ultimate. ആരാണ് മായാവതി? ആരാണോ ഭഗവാന്റെ രൂപത്തെയും ഭഗവാന്റെ ശരീരത്തെയും ഇതെല്ലാം മെയ്ഡ് ഓഫ് മായ, അതായത് ഭഗവാൻ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് മായ. ഭഗവാന്റെ അസ്തിത്വമില്ല, ഭഗവാൻ മായയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. മായ ഈസ് എ ടോപ്പ് അല്ലെ, മായയാണ് സുപ്രീം. ആ മായയുടെ കീഴിലാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് ധരിക്കുന്ന ആൾക്കാർ, ഇവരാണ് മായാവാദീസ്. പക്ഷെ ഭഗവാൻ എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? മയ അധ്യക്ഷേന പ്രകൃതി. പ്രകൃതി പറഞ്ഞ മായ അല്ലെ, ഈ മായയുടെ പ്രകൃതിയുടെ വേറൊരു പേരാണ് മായ. അപ്പൊ മയ അധ്യക്ഷേന പ്രകൃതി, ഈ പ്രകൃതി എന്റെ അധ്യക്ഷതയിലാണ് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത് ഭഗവാൻ പറയുമ്പോ പിന്നെ എങ്ങനെ ആ ഭഗവാൻ മായയുടെ അധീനത്തിൽ വരുന്നത്? ഒരു മാനേജറുടെ അധീനത്തിലായിരിക്കണം ഒരു സ്റ്റാഫ് അല്ലെ, അതോ സ്റ്റാഫിന്റെ അധീനത്തിലാണോ മാനേജർ വരേണ്ടത്? അതേപോലെ തന്നെ ഭഗവാന്റെ അധീനത്തിലാണ് എല്ലാ ശക്തികളും. എക്സ്റ്റേണൽ എനർജി, ഇന്റേണൽ എനർജി എല്ലാം ഭഗവാന്റെ അധീനത്തിലാണ്. ഭഗവാൻ ഇസ് എ സുപ്രീം. അല്ലാണ്ട് ഭഗവാൻ ഇവിടെ വരുമ്പോ ആ മായാദേവിയുടെ അല്ലെങ്കിൽ മായയുടെ അധീനത്തിൽ ഭഗവാൻ വരില്ല എന്നാണ് പറയുന്നത്. So these impersonalists are known as Mayavadis. They do not know the ultimate truth. The 20th verse clearly states, Kama isthaisthir Jnana prabhadyante anyadevada. Those who are blinded by lusty desires surrender unto different demigods. ആരാണ് അന്യദേവതമാരെ ഉപാസിക്കുന്നത്? നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ആൾക്കാർ അവരാണ്. കാരണം വെച്ചാൽ താൽക്കാലികമായിട്ട് അവർക്ക് ഈ ഭൗതിക സുഖം വേണം, ഇന്ദ്രിയ സുഖം വേണം. അതുകൊണ്ടാണ് അവര് അന്യദേവി ദേവതമാരെ ഉപാസിക്കുന്നത്. ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് that besides the Supreme Personality of Godhead, there are demigods who have their different planets, and the Lord also has a planet, as stated in the 23rd verse. Devan devayajo yanti madbhakta yanti mamapi. The worshippers of the demigods go to the different planets of the demigods, and those who are devotees of Lord Krishna go to the Krishna planet. Yanti deva pridhar yanti. So although this is clearly stated, the foolish impersonalists still maintain that the Lord is formless and that these forms are impositions. അപ്പോൾ ഈ അവരെല്ലാം ഫങ്ഷണൽ ഹെഡ്സ് ആണ്. ഈ ഭൗതിക ലോകത്തെ ഫങ്ഷണൽ ഹെഡ്സ് ആണ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്
അവരൊക്കെ എക്സോൾട്ടഡ് പൊസിഷനാണ്, നമ്മളെപ്പോലുള്ള ഓർഡിനറി വർക്കേഴ്സ് അല്ല. ഇവരെ കമ്പനിയിലെ ഓർഡിനറി വർക്കറും ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സും അവരുടെ പൊസിഷൻ വ്യത്യാസമാണ്. അതേപോലെ ഈ യൂണിവേഴ്സ് മാനേജ് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് ഈ ഡെമിഗോഡ്സ് ഒക്കെ. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഓഫീസ് ഉണ്ട്, അപ്പൊ അവരുടേതായിട്ടുള്ള പ്ലാനറ്റ് ഉണ്ട്. അപ്പൊ അവരുടെ ടേം കഴിഞ്ഞാൽ അവര് വളരെ നന്നായിട്ട് അവരുടെ ടേം അവരെ കൊണ്ട് നടത്തിയാൽ ഭഗവാന്റെ ഇച്ഛപ്രകാരം അവർക്ക് പ്രൊമോഷൻ കിട്ടും. അപ്പൊ അതില് ആ പോസ്റ്റില് വേറെ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു. അതാണ് നടക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ലോകമുണ്ട്. അപ്പൊ അവരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാര് അവരെ ലോകത്തിലേക്ക് പോകും, അല്ലാണ്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് പോവില്ല എന്നാണ് പറയുന്നത്. So they are all persons. Lord Krishna is Supreme Personality of Godhead, and he has his own planet, and the demigods have theirs. Therefore, the monistic contention that ultimate truth is formless and that form is imposed does not hold true. അതുകൊണ്ട് മോണിസ്റ്റിക് കണ്ടൻഷൻ എന്താണ്? മോണിസ്റ്റിക് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ് എല്ലാം ഭഗവാൻ. അപ്പൊ അൾട്ടിമേറ്റ് ട്രൂത്ത്, സുപ്രീം അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ഫോംലെസ്, നിരാകാരമാണ്, നിർവിശേഷമാണ്, നിർഗുണമാണ് എന്നീ ആ ഒരു ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാർ അത് ഇമ്പോസ് ചെയ്യാണ്. ഡസ് നോട്ട് ഹോൾഡ് ട്രൂ. അങ്ങനെ ഇമ്പോസ് ചെയ്യാണ് മറ്റുള്ളവർ. ഇത് ഭഗവാന് ആകാരമില്ല, ഗുണമില്ല, വിശേഷമില്ല എന്ന് ഇമ്പോസ് ചെയ്യുക. ഇറ്റ് ഇസ് ക്ലിയർലി സ്റ്റേറ്റഡ് ഹിയർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസ്ഡ്. From the Bhagavad Gita, we can clearly understand that the forms of the demigods and the forms of the Supreme Lord are simultaneously existing, and that Lord Krishna is Sachidananda, eternal, blissful knowledge. The Vedic literature confirms that the Supreme Absolute Truth is knowledge and blissful pleasure. Vijnanam Anandam Brahma, Brihad Aranyaka Upanishad. And that he is the reservoir of unlimited auspicious qualities. Ananda Kalyana Gunadmako Sao, Vishnu Purana. And in the Gita, the Lord says that although he is Aja, unborn, he still appears. Right? He is Aja. Janma karma cha me divyam evam yo veti tattvadah tyaktva deham punarjanma naiti mameti swadhu. ഭഗവാന്റെ ജന്മ കർമ്മം ഇതെല്ലാം എന്താണ്? ദിവ്യമാണ്. ഇത് അറിയുന്ന ആൾക്കാർക്ക് ഇവിടെ വീണ്ടും ജനിക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് സാധാരണ ഈ ഇംപേഴ്സൺസ് ഇല്ല. കാരണം ഭഗവാന്റെ ആ ഇംപേഴ്സണൽ ഫോമിൽ മാത്രമേ അവർക്ക് വിശ്വാസമുള്ളൂ. അപ്പൊ ഭഗവാന്റെ ധാമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഫോമിന്, ഭഗവാൻ ഗുണമുണ്ട്. എന്താണ് ഗുണം? നിർഗുണം. എന്താണ് നിർഗുണം? ഈ മൂന്ന് ഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ളത് ശുദ്ധ സാത്വിക്. അതാണ് അതായത് ഭൗതിക തലത്തിലുള്ള ഗുണങ്ങളില്ല എന്നാണ്. ഗുണമില്ല എന്ന് പറഞ്ഞ നിർഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ലാത്തതല്ല, അതല്ല വെച്ചത്. ഭൗതിക തലത്തിലുള്ള ഈ 3 ഗുണത്തിന്റെ അധീനത്തിൽ പെടുന്നില്ല ഭഗവാൻ. നമ്മളെല്ലാം ആ 3 ഗുണത്തിന്റെ അധീനത്തിൽ വരുന്ന ആൾക്കാരാണ്. പക്ഷെ ഭഗവാൻ അതിൽ പെടുന്നില്ല. ഭഗവാൻ അതിനും മീതെയാണ്, ട്രാൻസെൻഡന്റൽ ആണ്, ദിവ്യമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ശരിക്കുള്ള ഭക്തി. സോ ഭഗവാൻ അൺബോൺ. കാരണം ഭഗവാൻ ഇവിടെ വരുന്നത് സ്വന്തം ഇച്ഛപ്രകാരമാണ്. നമ്മളെ അതായത് എന്തിനാണ് ഭഗവാൻ ഇവിടെ വരുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അല്ലാണ്ട് നമ്മളെപ്പോലെ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ ഭഗവാൻ വരുന്നത്. നമ്മളങ്ങനെ വരുന്നത്. നമ്മൾ വരുന്നത് പരിത്രാണായ സാധൂനാം അതിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ വിനാശായ ചതുഷ്കൃതം അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ വരുന്നത്. ഭഗവാന്റെ മിഷൻ അതാണ്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നല്ല അതായത് പയസ് സോൾസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ അജ, അൺബോൺ. ഹി ടേക്സ് എ ബോഡി, മെറ്റീരിയൽ ബോഡി ഓർ സ്പിരിച്വൽ ബോഡി, വാട്ട് എവർ. ഭഗവാന്റെ മെറ്റീരിയൽ ബോഡി അല്ല, സ്പിരിച്വൽ ബോഡി. പക്ഷെ നമുക്ക് തോന്നുന്നത് മെറ്റീരിയൽ ബോഡി ആയിട്ടുണ്ട്, നമ്മളെ പോലെ. അപ്പൊ ഭഗവാന്റെ ദേഹത്തിൽ ഒരു അമ്പ് കൊണ്ടാൽ ബ്ലഡ് വരുന്നു. അപ്പൊ നമ്മുടെ ഹീസ് ആൾസോ ലൈക്ക് അസ്. വ്യത്യാസമില്ല. കാരണം ഭഗവാന്റെ ശരീരം ദിവ്യമാണെങ്കിലും എപ്പോ ആണെങ്കിലും അത് മെറ്റീരിയൽ ആയിട്ടും പ്രവർത്തിക്കാം, സ്പിരിച്വൽ ആയിട്ടും പ്രവർത്തിക്കാം.
അത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. നമ്മുടെ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ അജ, അൺബോൺ എന്ന് പറയുന്നത്. ഹി സ്റ്റിൽ അപ്പിയേഴ്സ്. എങ്ങനെ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു അല്ലെ, അപ്പിയറിങ് ആൻഡ് ഡിസപ്പിയറിങ്. ഭഗവാൻ സൂര്യൻ ജനിക്കല്ല ചെയ്യുന്നത്. അതേപോലെ ഭഗവാനും അപ്പിയർ ആൻഡ് ഡിസപ്പിയർ, ആവിർഭാവം തിരോഭാവം. എപ്പോഴും ഭഗവാൻ എപ്പോഴും ഉണ്ട്, സൂര്യൻ എപ്പോഴും ഉണ്ട്, നമ്മൾക്ക് കാണുന്നില്ല എന്നുള്ളൂ എന്നോട് പറയുന്നു. So we cannot understand how the Supreme Personality of Godhead can be impersonal. The imposition theory of the impersonalist monist is false as far as the statements of the Gita are concerned. It's clear herein that the Supreme Absolute Truth, Lord Krishna, has both form and personality. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഭഗവാന് രൂപമുണ്ട്, ഈസ് എ പേഴ്സൺ ആൾസോ. അപ്പോൾ വീണ്ടും വീണ്ടും പ്രഭുപാദ പർപ്പോട്ടില് ആ ഒരു സിദ്ധാന്തം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഭഗവാൻ ഇംപേഴ്സണൽ മാത്രമല്ല, അതിന് ഉപരിയായി ഭഗവാൻ പേഴ്സൺ ആണ്. ഓക്കെ, ഭഗവാന് ഒരു രൂപമുണ്ട്, ഒരു എറ്റേണൽ ഫോം ഉണ്ട് എന്ന് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യുന്നത്. മറ്റത് വൺ ഓഫ് ദ ആസ്പെക്ട്സ്, അത്രേ ഉള്ളൂ. അത് ഇല്ല എന്നല്ല പറയുന്നത്, തെറ്റാന്നല്ല പറയുന്നത്, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. ഇംപേഴ്സണൽ ഫോം ഭഗവാന്റെ കംപ്ലീറ്റ് ആസ്പെക്ട് അല്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പല തവണയായിട്ട് പ്രഭുപാദ ഈ പർപ്പോട്ടിൽ ഇങ്ങനെ വിവരിച്ച് തരുന്നുണ്ട്. സെക്കൻഡ് ഒരു ശ്ലോകം കൂടി എടുക്കാം അല്ലേ. 25. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാം അജമവ്യയം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോഹം നാഭിജാനാതി ലോകോ മാം അജമവ്യയം. रूपेश्वरी माता जी प्रभु. हरे कृष्ण प्रभु जी. नाहं प्रकाश सर्वस्य योगमाया समावृतः मूढोऽयं नाभिजानाति लोको माम् अजमव्ययम्. Translation: I am never manifest to the foolish and unintelligent. For them I am covered by my internal potency, and therefore they do not know that I am the unborn and infallible. So ഭഗവാൻ പറയുന്നത് ഐ എം നെവർ മാനിഫെസ്റ്റഡ്. നാഹം പ്രകാശ സർവസ്യ. നാഹം പ്രകാശ, ഞാൻ എല്ലാവർക്കും നോളേജ് അറിവ് കൊടുക്കില്ല. ഐ എം നെവർ മാനിഫെസ്റ്റ് ടു ദ ഫൂളിഷ് ആൻഡ് അൺഇന്റലിജന്റ്. നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദ ലോർഡ് ഹാസ് ടു കം ഇൻ ഫ്രണ്ട് ഓഫ്. ചില ആൾക്കാർ പറയും, നിങ്ങൾ പറയുന്നൊരു ഭഗവാനുണ്ട്, നിങ്ങൾ കാണിച്ചൊരു ഭഗവാനെ എന്നാ ഞാൻ വിശ്വസിക്കാം. ഭഗവാൻ എന്താ ചീപ്പാണോ? നമുക്ക് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഭഗവാൻ വന്ന് പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ ആൾക്കാർക്ക് എന്താണ്, ഭഗവാൻ ഈസ് നെവർ മാനിഫെസ്റ്റഡ്. ഐ എം നെവർ മാനിഫെസ്റ്റ് ടു ദ ഫൂളിഷ് ആൻഡ് അൺഇന്റലിജന്റ്. അങ്ങനെ നമ്മള് ചലഞ്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തിനു ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം? അങ്ങനെ അൺഇന്റലിജന്റ് ഫൂളിഷ് ആൾക്കാര്, അൺനെസറി ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാര്, ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര് എന്തിനു ഭഗവാൻ മാനിഫെസ്റ്റ് ചെയ്യണം അവരുടെ മുമ്പിൽ? എന്റെ ആവശ്യം വരുന്നില്ല. നെവർ മാനിഫെസ്റ്റ് ടു ദ ഫൂളിഷ് ആൻഡ് അൺഇന്റലിജന്റ്. ഫോർ ദം ഐ എം കവേർഡ് ബൈ മൈ ഇന്റേണൽ പൊട്ടൻസി. അപ്പോ അർജുനന്റെ മുമ്പിലും ഭഗവാനുണ്ട്, ദുര്യോധനന്റെ മുമ്പിലും ഭഗവാനുണ്ട്. അർജുനന് മനസ്സിലാവുന്നുണ്ട് ഭഗവാന്റെ പൊസിഷൻ, പക്ഷെ ദുര്യോധനൻ മനസ്സിലാവുന്നില്ല. സോ കൃഷ്ണ doesn't manifest himself in front of Duryodhana. Why? Because he is unintelligent category പെട്ട ആൾക്കാർ. So you cannot demand, okay, you have to show yourself, then I will believe. Okay, I am never manifest to the foolish and then for them I am covered by my internal. എന്റെ
യോഗമായ ശക്തി കൊണ്ട് ഞാൻ എന്നെ തന്നെ കവർ ചെയ്യുന്നു. അപ്പൊ അവരൊക്കെ അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റില്ല. ആൻഡ് therefore they do not know that I am unborn and infallible. ഞാൻ എനിക്ക് ജനനമില്ല. എന്താ ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ? ആൻഡ് ഐ എം ഇൻഫാലിബിൾ. നാശമില്ല എന്നാണ് പ്രഭുജി. ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ നാശമില്ല. നാശമില്ല. യെസ്, നാശമില്ലാത്തത്, തെറ്റ് പറ്റാത്തത്, never fall down. Okay. So it may be argued that since Krishna was visible to everyone when he was present on this earth, how can it be said that he is not manifest to everyone? അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ദുര്യോധന്റെയും അർജുന്റെയും കാര്യം. ഭഗവാൻ ഇവിടെ അവതരിച്ചപ്പോ എല്ലാവരും മുമ്പിൽ എല്ലാവരും കണ്ടു. പക്ഷെ എങ്ങനെ നമുക്കത് പറയാൻ പറ്റുക? ഭഗവാൻ എല്ലാവരും മുമ്പിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല, പ്രത്യക്ഷപ്പെട്ടില്ല. എല്ലാവരും മുമ്പിലുണ്ട്. But actually he was not manifest to everyone. When Krishna was present there, there were only a few people who could understand him to be the supreme personality of Godhead. അപ്പോൾ കൃഷ്ണൻ ഇവിടെ അവതരിച്ച സമയത്ത് എല്ലാവർക്കും ഭഗവാനായിട്ട് കാണാൻ പറ്റിയില്ല. അവരെപ്പോഴും ദുര്യോധന എപ്പോഴും ഇതൊരു മായാവി എന്നുള്ള ആ തലത്തിൽ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഭഗവാനായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് he was there, very much he was there, but he was not manifest in front of him. And his own yogamaya curtain prohibited his actual position, greatness. Only few people could understand him to be the supreme personality of Godhead. In the assembly of Kurus, when Shishupala spoke against Krishna's being elected president of the assembly, Bhishma supported him and proclaimed him to be the supreme God. അപ്പൊ അസംബ്ലിയില് ഭഗവാന് വിപരീതമായിട്ട് ശിശുപാല സംസാരിച്ചപ്പോ എന്തിന് ഭഗവാൻ കൃഷ്ണനെ സുപ്രീം പേഴ്സണാലിറ്റിയായിട്ട് ഭീഷ്മ പിതാമഹൻ ഘോഷിച്ചു. അതിന് വിപരീതമായിട്ട് ഹൗ ക്യാൻ ദിസ് കൗഹേർഡ് ബോയ് ബി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്? അങ്ങനെയാണ് അത് പറഞ്ഞത്. സോ സിമിലർലി ദ പാണ്ഡവാസ് ആൻഡ് എ ഫ്യൂ അതേഴ്സ് knew that he was the supreme, but not everyone. അപ്പൊ പാണ്ഡവന്മാരിലും പിന്നെ ബാക്കി കുറച്ച് ആൾക്കാർ മാത്രമേ ഭഗവാൻ കൃഷ്ണന്റെ ആ ഗ്രേറ്റ്നെസ്സും ആ പൊസിഷൻ മനസ്സിലാക്കിയുള്ളൂ. ബാക്കി ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം he covered himself with his yogamaya so that his actual form, actual position is not manifest or shown to others. Those non-believers, ഭക്തന്മാരല്ലാത്ത ആൾക്കാർക്ക് അത് കാണിച്ചു കൊടുക്കില്ല. He was not revealed to the non-devotees and the common man. Therefore, എന്തുകൊണ്ടാണ് നോൺ ഡിവോട്ടീസ്? അവർക്ക് വിശ്വാസമില്ല. കോമൺ മാൻ അവർക്ക് ബുദ്ധിയുമില്ല. അപ്പൊ എന്തുകൊണ്ട് കാണിച്ചു കൊടുക്കണം? So therefore, in the Bhagavad Gita, Krishna says that, but for his pure devotees, all men consider him to be like themselves. He was manifest only to his devotees as the reservoir of all pleasure. But others, unintelligent non-devotees, he was covered by his internal potency. ഇതാണ് കാര്യം. ഭഗവാൻ നഹം പ്രകാശ സർവസ്യ, എല്ലാവരും മുമ്പിലും അത് പറഞ്ഞു കൊടുക്കില്ല, പ്രത്യക്ഷപ്പെടില്ല ഭഗവാനായിട്ട്. ഭഗവാന്റെ സ്വയം യോഗമായ ഘട്ടം കാരണം അവര് എങ്ങനെ നമ്മള് നല്ല ക്ലൗഡി ഡേയ്സിൽ സൂര്യനെ ക്ലൗഡ്സ് മറയ്ക്കുന്നു അല്ലെ? സൂര്യൻ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മളുടെ വിഷനിൽ വരുന്നില്ല ക്ലൗഡ് കാരണം. അതേപോലെ ഭഗവാൻ സ്വയം തന്റെ യോഗമായ ഘട്ടം കൊണ്ട് നോൺ ഡിവോട്ടീസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. He was manifest only to his devotees as the reservoir of all pleasure, but to others, to unintelligent non-devotees, was covered by his internal potency. In the prayers of Kunti in the Srimad Bhagavatam, it is stated that the Lord is covered by the curtain of Yogamaya, and thus ordinary people cannot understand him. This Yogamaya curtain is also confirmed in the Upanishad, Mantra 15, in which the devotees praise. എന്താണ് കുന്തി പ്രേയസില്? മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജം അവ്യയം അല്ലെ? ജവനികാച്ഛന്നം, മായ, അതായത് ആ മായയുടെ കട്ടൻ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അജ്ഞാതോക്ഷ, അതായത് നമ്മൾ വിസിബിൾ അല്ല ഭഗവാന്, കാരണം അദ്ദേഹം തന്റെ
യോഗമായ കട്ടൻ കൊണ്ട് അദ്ദേഹത്തിനെ കവർ ചെയ്തിരിക്കുന്നു. എന്നിട്ട് എന്താണ് അദ്ദേഹം ഒരു ഡ്രാമയിൽ, ഒരു നാടകത്തിൽ കളിക്കുന്ന ഒരു നടനെ പോലെയാണ് വേഷം മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വേഷം മാറി വന്ന ആ നടനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാള് ഒരു നാടകത്തിലെ ഒരു വേഷം, ഒരു പോലീസിന്റെ, ഒരു ഡോക്ടറെ അല്ലെങ്കിൽ കള്ളന്റെ ആ വേഷം മാറി വരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതേപോലെ ഭഗവാൻ തന്നെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഇവിടെ വരുമ്പോൾ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നട്ടോ നാട്യാധരോ യഥ എന്ന് പറയുന്നത്, നടന്മാര് നാട്യം എന്ന് പറഞ്ഞാൽ ആ ഡ്രാമയിൽ, ഒരു നാടകത്തിൽ എങ്ങനെ കളിക്കുന്നു അതേപോലെ വേഷം മാറി പ്രച്ഛന്ന വേഷത്തില് വരുന്നു. അത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താണ് പറയുന്നത്, ഭാഗവതനും ഈശോപനിഷത്ത് മന്ത്ര 15 അതാണ് പറയുന്നത്. ഹിരൺമയേന പാത്രേന സത്യശാപിഹിതം മുഖം തത്വം കുഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ട്യതേ. ഹിരൺമയേന പാത്രേന എന്നാണ് ഇവിടെ പറയുന്നത്. ഓ മൈ ലോർഡ്, യു ആർ ദ മെയിൻറ്റെയിൻ ഓഫ് ദ entire universe and devotional service to you is the highest religious principle. Therefore, I pray that you will also maintain me. Your transcendental form is covered by the Yogamaya. Yogamaya കൊണ്ട് കവർ ചെയ്യപ്പെടുന്നു. The Brahma Jyoti is covering of the internal potency. Okay, ഈ Brahma Jyoti is the covering of the internal potency. Brahma Jyoti ആണ് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്നതാണ് ഈ ബ്രഹ്മജ്യോതി. അപ്പൊ അതുകൊണ്ട് ഈ ബ്രഹ്മജ്യോതി കാരണം ഭഗവാന്റെ ഫോമിന്റെ രൂപത്തിന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരാളുടെ മുമ്പിൽ ഒരു ഭയങ്കര ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ആളെ കാണാൻ പറ്റും? ഇല്ല, അല്ലെ? ഭയങ്കര തേജസ് ആ തേജസ് കാരണം നമ്മളുടെ ആ പെർസെപ്ഷൻ, സെൻസ് പെർസെപ്ഷൻ ക്ലിയർ ആവില്ല, കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ ഭഗവാന്റെ ഈ ജ്യോതി, ഈ ബ്രഹ്മജ്യോതി ഭഗവാനെ മറക്കുകയാണ് ചെയ്യുന്നത്. ഇന്റേണൽ പൊട്ടൻസി. മേ യു കൈൻഡ്ലി റിമൂവ് ദിസ് ഗ്ലോയിങ് എഫൾജൻസ് ദാറ്റ് ഇംപീഡ്സ് മൈ സീയിങ് യുവർ സച്ചിദാനന്ദ വിഗ്രഹ. അപ്പോ പറയാണ് ഈശോപനിഷത്തില്, അത് ദയവ് ചെയ്തിട്ട് ഈ യോഗമായ കടനം മാറ്റാൻ, എന്നാൽ അങ്ങയുടെ ദിവ്യമായിട്ടുള്ള സച്ചിദാനന്ദമായിട്ടുള്ള രൂപത്തെ എനിക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നു. Your eternal form of bliss and knowledge, Satchidananda Vigraha. The Supreme Personality of Godhead in his transcendental form of bliss and knowledge is covered by the internal potency of Brahmajyoti. ഭഗവാന്റെ അന്തരാംഗ ശക്തിയാണ് ഈ ബ്രഹ്മജ്യോതി സ്ഥിതി ചെയ്യുന്നത്. And the less intelligent impersonalists cannot see Supreme on this account. Also in the Srimad Bhagavatam 10.14.7, there is this prayer of by Brahma: O Supreme Personality of Godhead, O Super Soul, O Master of all mystery, who can calculate your potency and pastimes in this world? ബ്രഹ്മാവ് പറയാണ്, ഭഗവാന്റെ ഈ ലീലകള് ആർക്ക് കണക്ക് വയ്ക്കാൻ പറ്റും? നമ്മൾ പറയുന്നുണ്ട്, നമ്മള് ഈ പ്രപഞ്ചത്തിലെ ഓരോ ആറ്റമിനെ നമുക്ക് വേണമെങ്കിൽ കണക്കെടുക്കാൻ പറ്റില്ലെന്ന് വരാം. എത്ര ആറ്റംസ് ഉണ്ടെന്ന് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് ചിലപ്പോൾ കണക്ക് കിട്ടിയെന്ന് വരാം. അല്ലെങ്കിൽ ഈ സീഷോറിലുള്ള ഒരു സമുദ്രത്തിന്റെ ബീച്ചിലുള്ള എത്ര മണൽ തരികളുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ കണക്ക് പിടിക്കാം. പക്ഷെ ഭഗവാന്റെ ലീലകൾ എത്ര ഉണ്ടെന്ന് നമുക്ക് കണക്ക് വയ്ക്കാൻ പറ്റില്ല. ബ്രഹ്മാവ് അങ്ങനെ പറയുന്നത്, ഓ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്ഹെഡ്, O Super Soul, O Master of all mystery, who can calculate your potency and pastimes in the world? അത് പറ്റും. അതായത് ബീച്ചില്, സമുദ്രതീരത്ത് എത്ര മണൽ തരികളുണ്ട് നമുക്ക് വീണ്ടും ചിലപ്പോൾ എങ്ങനെയും കണക്ക് കൂട്ടാൻ പറ്റും. ആലോചിച്ച് നോക്കണം. ഓക്കെ, സമുദ്രതീരത്തിലുള്ള മണൽ തരികൾ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെയും പറ്റും. പക്ഷെ ഭഗവാന്റെ ലീലകൾ എത്രയുണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ ആലോചിച്ച് നോക്കണം ഭഗവാന്റെ ഗ്രേറ്റ്നെസ്. You are always expanding your internal potency and therefore no one can understand it. എന്താണ് കാരണം? ഇതാണ് കാരണം. You are always expanding your internal potency. അതായത് ആ യോഗമായ ആ അന്തരാംഗ ശക്തി അത് കീപ്സ് ഇൻക്രീസിങ്. അപ്പൊ എങ്ങനെ? ഉദാഹരണത്തിന്
ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ അവരുടെ വർത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഷെയർ മാർക്കറ്റിലെ ആ ഷെയറിന്റെ വില ലെറ്റ്സ് സേ ദാറ്റ് പോസിറ്റീവായിട്ട് എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു താഴെ വരുന്നില്ല. എന്നുവെച്ചാൽ ഷെയർ മാർക്കറ്റ് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. നമ്മൾ ഫോർ ഒരു ഉദാഹരണത്തിന് അത് താഴെ വരുന്നില്ല, എപ്പോഴും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവരുടെ ആ വർത്ത് അസറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷത്തിലും. അതേപോലെ ഇവിടെ ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതോടൊപ്പം എത്രയോ ലീലകള് ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും ഓരോ പ്ലാനറ്റിലും ഓരോ യൂണിവേഴ്സിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ കണക്കാക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. Therefore, no one can understand you. Learned scientists and learned scholars can examine the atomic constitution of the material world or even the planets. ഇവിടെ പറയുന്നുണ്ട്, learned scholars and scientists can examine the atomic constitution. അത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും of the material world or even the planets. But still they are unable to calculate your energy and potency. ഭഗവാന്റെ ശക്തിയും ഭഗവാന്റെ എനർജിയും പറ്റിയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്നാണ്. Although you are present before them. ഭഗവാന്റെ സച്ചിദാനന്ദ വിഗ്രഹത്തിൽ ഭഗവാൻ അവിടെ പ്രസന്റ് ആണ്. പക്ഷെ ഭഗവാന്റെ പൊട്ടൻസി ഈ ആത്മീയ ലോകത്തിലും ഭൗതിക ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ ഗ്രേറ്റ്നെസ്, അതിന്റെ വ്യാപ്തി അത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. The Supreme Personality of Godhead, Lord Krishna, is not only unborn, but also Avyaya. Avyaya means inexhaustible, indestructible, inexhaustible. His eternal form is bliss and knowledge, and his energies are all inexhaustible. ഒരിക്കലും നശിക്കാത്തത്, ഒരിക്കലും കുറയാത്തത്. At the same time, it keeps increasing. അതാണ് പറയുന്നത് എക്സ്പാൻഡിങ്, എക്സ്പാൻഡിങ് ഒരു ഇന്റേണൽ പൊട്ടൻസി. ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ആ എനർജി, ഇറ്റ് കീപ് ഇൻക്രീസിങ് ഓൺലി. അതാണ് ഇവിടെ ഭഗവാൻ അവ്യയ എന്ന് പറയുന്നത്. ഇൻഎക്സോസ്റ്റിബിൾ, ഇൻഡെസ്ട്രക്റ്റബിൾ. ഭഗവാന്റെ ഫോം സച്ചിദാനന്ദമാണ്, എറ്റേണൽ, ഫുൾ ഓഫ് ബ്ലിസ് ആൻഡ് ഫുൾ ഓഫ് നോളജ്. ഹരേ കൃഷ്ണ. അടുത്തത് 26. 24 and 25 നമ്മൾ ഇന്ന് ചെയ്യുന്നു അല്ലേ? വാഞ്ചാകൽപതരുഭ്യസ്യ കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവതിക്ക് ജയ് ശ്രീ പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ്. ഹരേ കൃഷ്ണ.